ഓക്കെ. അപ്പോൾ രാജൻ കാരക്കോട് എന്നോട് വിളിക്കുന്നു. ശ്രീ രാജൻ, രാജൻ കേൾക്കാമോ? ലോട്ടറി എടുത്തോ? ഞാൻ ഓണം ബമ്പർ എടുത്തില്ല, ഞാൻ ടിക്കറ്റ് വിൽക്കുന്ന ഒരാളാണ്. വെരി ഗുഡ്. ഞാൻ അങ്ങനെ ഒരാൾ എന്താ വിളിക്കാത്തതെന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ എത്ര ടിക്കറ്റ് വിറ്റു ഓണം ബമ്പർ? ഞാൻ ഓണം ബമ്പർ 40 ടിക്കറ്റ് വിറ്റ് 10 എണ്ണത്തിനകത്ത് 2,500 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ പൊതുവേദി പ്രേക്ഷകരിലൊക്കെ പലർക്കും ലോട്ടറി അടിക്കുന്നു, ഏജന്റിൽ. അപ്പോൾ 2 ടിക്കറ്റിൽ 5,000 അടിച്ചു. അതായത് 10 ടിക്കറ്റിൽ 80, 25, 80, 29. ഓ കാലക്കില്ല. അപ്പൊ അതിനകത്ത് സാറിന് വേറൊരു കാര്യം ഞങ്ങളുടെ ഒരു പ്രശ്നം ബോധ്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണ് ഈ കൂട്ടത്തില്. അതായത് ഇപ്പം ടിക്കറ്റ് വില 50 രൂപ ആക്കി. 50 രൂപ ആക്കിയപ്പോ നമുക്ക് 40 രൂപയുടെ കമ്മീഷൻ പോലും ഇല്ലായിരുന്നു. കമ്മീഷൻ കുറച്ചു. ഇനി നികുതി കൂടുമ്പോ കൂടുതൽ പ്രതിസന്ധിയിലാകും അല്ലേ? അപ്പൊ സാറേ ഇപ്പൊ GST 12% കൂട്ടിയപ്പോഴേ നമ്മളെ ഒന്ന് ടിക്കറ്റിന് 1 രൂപ 20 പൈസ കൂടുതലാ ഞങ്ങളുടെ മേടിക്കുന്നത് വിൽപ്പനക്കാരുടെ. കമ്മീഷനിൽ 12% 9% കുറയും അല്ലേ? 1 കോടി ചില്ലറ അവർ കമ്മീഷൻ കുറച്ചു. പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പൊ 2 ലക്ഷം, ഏതാണ്ട് ഒരു 2 ലക്ഷം പേര് വരുമല്ലേ ലോട്ടറി വ്യാപാരികളായിട്ട് വിൽക്കുന്ന? ഉണ്ട് സാർ, അതെല്ലാം കണ്ണു കാണാത്തൊരു അന്തരം. എനിക്കാണേലും ഞാൻ മുമ്പ് ഒരു സർക്കാർ ജോലി ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് കാലിനൊക്കെ വേദനയായിട്ട് നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2 ലക്ഷം കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് അല്ലേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ 50 രൂപയ്ക്ക് ഇപ്പൊ നിലവിലൊരു കമ്മീഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിക്കണമെന്നാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. കാര്യം അവര് ദയനീയമാണ് നമ്മുടെ അവസ്ഥ. ഈ സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം തിരിച്ചെടുത്തു, കിട്ടിക്കൊണ്ടിരുന്നത് എടുത്തു. 5,000-ന്റെ ഒരെണ്ണം ഇവരെ കുറച്ചു. പക്ഷേ ഈ ക്ഷേമനിധി വഴിയുള്ള ആനുകൂല്യങ്ങൾ കൂട്ടുന്നുണ്ടോ ഈ ലോട്ടറി തൊഴിലാളികൾക്ക്? ഇല്ല സാറേ, അത് ഞങ്ങൾ അങ്ങോട്ട് അടയ്ക്കുന്ന പൈസ ഇല്ല സാറേ. നമ്മൾ ഒരു മാസം 50 രൂപ വെച്ച് അടയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓണത്തിന് ഇപ്പൊ 7,000 രൂപ ബോണസ് വന്നു, 7,500 രൂപ ഇപ്രാവശ്യം ബോണസ് വന്നു. അപ്പൊ ഈ എത്ര കോടി നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാ നമുക്കിത് കിട്ടുന്നത്? അതേസമയം ഇപ്പൊ ഏതായാലും ഒരു ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കാൻ അവർ സമ്മതിക്കും സാർ. നമ്മുടെ 5,000 ഒന്ന് കുറച്ചു, 1,000 5 കുറച്ചു. പിന്നെ നമ്മുടെ ടിക്കറ്റിന് ഇപ്പൊ 1 രൂപ 20 പൈസ വെച്ച് കൂടി. അപ്പൊ ഞാൻ 120 ടിക്കറ്റ് എടുക്കുമ്പോ എനിക്ക് എത്ര രൂപ നഷ്ടം വരുന്നുണ്ട്? അതെന്ന് കിട്ടിക്കൊണ്ടിരുന്നത് പോയില്ലേ? 5,000 വെച്ച് 570 രൂപ കമ്മീഷൻ കിട്ടുമായിരുന്നു. ഇപ്പൊ അത് 450 ആയി. പക്ഷെ GST കൂട്ടിയപ്പോ നമ്മളത് മേടിച്ചോണ്ടിരിക്കുക പൈസ. അപ്പൊ പിന്നെ എങ്ങനെ ഈ സർക്കാരിന് നഷ്ടം വരുന്നത്? ഈ കുറയ്ക്കാൻ പാടില്ലായിരുന്നു ഇത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മാധ്യമങ്ങൾ എന്തായാലും വരുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി ധനകാര്യ വകുപ്പ് മന്ത്രിയെ കൊണ്ട് ബോധ്യപ്പെടുത്തും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുമെന്ന് സഹായിക്കണം. വ്യക്തമാണ് താങ്കൾ. നമുക്ക് നിലവിലുള്ളത് പുനഃസ്ഥാപിച്ചാണ്, നിലവിലുള്ളത് മതി. കുറച്ചത് വ്യക്തമാണ്. അപ്പൊ വ്യക്തമാണ്. അപ്പൊ ഇന്ന് സമയം കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പൊ അനഘ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അനഘയ്ക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് കേട്ടോ. 2,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അനഘ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എനിക്ക് മുട്ടായിയൊക്കെ അയച്ചു തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനഘ പക്ഷേ പൊതുവേദിയിലേക്ക് വിളിക്കാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അപ്പോൾ മുട്ടായി ഒക്കെ എനിക്ക് അയച്ചു തരണം. 2,000 രൂപ വെച്ച് അടിച്ച് പൊളിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അനഘയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഹരികൃഷ്ണൻ പറയുന്നത് തിരുവോണം ബമ്പർ എടുത്തു, ഇടയ്ക്ക് ഇതുപോലെ ഭാഗ്യം പരീക്ഷിക്കാറുണ്ട്, 5,000 അടിച്ചു. എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മൾ പൊതുവേദി പ്രേക്ഷകർക്കെല്ലാം പലർക്കും ലോട്ടറി അടിക്കുകയാണ്. അപ്പോൾ 5,000 അടിക്കുന്നു, അനഘയ്ക്ക് 2,000 അടിക്കുന്നു. അപ്പോൾ ഒരു ഏജൻറ്റിന് അടിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദുരിത കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ കേൾക്കേണ്ടതാണ്. ഏതായാലും മലയാളിക്ക് ലോട്ടറിയിൽ അമിത പ്രതീക്ഷയോ എന്ന ചോദ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചു. യൂട്യൂബിലൂടെ നിരവധി പേരാണ് അതിൽ പ്രതികരണങ്ങളുമായി എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത് 87% ആളുകൾ, മലയാളികൾ ലോട്ടറിയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. 13% ആളുകൾ ലോട്ടറി കാര്യമില്ല എന്ന് വിചാരിക്കുന്നവരും ആണ്. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. അല്പസമയത്തിന്